ഞാനെല്ലാവരും ഈ മധുരവും പുളിയും എല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ കൊതിപ്പിക്കലാന്നല്ലേ. അപ്പോൾ ഇന്നും ഞാനൊരു മധുരമുള്ളൊരു ഐറ്റം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പഴം വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സാധാ പഴം വഴറ്റില്ല, ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് നെയ്യിലിങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കൂലേ. ആ ഒരു സംഭവം ആക്കുമ്പം കുറച്ച് നട്ട്സും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. വല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ തേങ്ങ മാത്രം ഇട്ടാൽ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ വഴറ്റുമ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് ഇതുപോലെ വഴറ്റി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പം ഇത് നമുക്കിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ട്. തണിഞ്ഞാൽ നമുക്ക് ആ നെയ്യ് ഇങ്ങനെ ഒന്ന് ഇതാവില്ലേ, അന്നേരം ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ആക്കുന്നവരെല്ലാം ഉണ്ടാവും, എന്നാലും ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ആക്കി നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പക്ഷേ ഇതുപോലെ തന്നെ നമുക്കുണ്ടല്ലോ, ഈ വട്ടത്തിൽ ആക്കുന്നത് നീളത്തിൽ ഇങ്ങനെ നമ്മൾ പഴം പൊരിക്കാനാക്കും പോലെ വഴറ്റിയിട്ട് ഈ ഫില്ലിങ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ.